മൂർക്കോത്ത് കുമാരൻ്റെ എൻ്റെ കോഴിക്കോട് യാത്ര. ആദ്യകാല മലയാള ചെറുകഥാ വികാസ ചരിത്രത്തിൽ ശ്രദ്ധേയമായ ഇടം നേടിയ ചെറുകഥാകൃത്താണ് മൂർക്കോത്ത് കുമാരൻ. മലയാള സാഹിത്യ ചരിത്രത്തിൽ ചെറുകഥാ പ്രസ്ഥാനത്തിന് തുടക്കമിട്ടവരിൽ പ്രധാനി എന്ന നിലയിൽ മാത്രമല്ല അദ്ദേഹം അറിയപ്പെട്ടിരുന്നത്. ആധുനിക മലയാള ഗദ്യശില്പി, സാഹിത്യ വിമർശകൻ, റിയലിസ്റ്റ് നോവലിൻ്റെ പ്രാരംഭകൻ, വിവർത്തകൻ, നർമ്മം വെടിയാത്ത എഴുത്തുകാരൻ, എണ്ണമറ്റ പ്രസിദ്ധീകരണങ്ങളുടെ പത്രാധിപർ, ബാലസാഹിത്യകാരൻ, നാടകകൃത്ത്, ജീവചരിത്രകാരൻ എന്നിങ്ങനെ എണ്ണമറ്റ മേഖലകളിൽ വ്യക്തിമുദ്ര പതിപ്പിക്കാൻ മൂർക്കോത്ത് കുമാരന് സാധിച്ചിട്ടുണ്ട്. മൂർക്കോത്ത് കുമാരൻ്റെ കഥകളിലെ പൊതു സ്വഭാവമായി പൊതുവെ പറയപ്പെടുന്നത് അവയിലെ രസികത്വമാണ്. കഥകളിലെ ശീർഷകത്തിലും ഈ രസികത്വം തെളിഞ്ഞു നിൽക്കുന്നതായി കാണാം. അദ്ദേഹത്തിൻ്റെ 6 ചെറുകഥകൾ ചേർത്തുകൊണ്ട് ഒരു വൈദ്യൻ്റെ അനുഭവങ്ങൾ എന്നതാണ് അദ്ദേഹത്തിൻ്റെ ജീവിതകാലത്ത് തന്നെ ഗ്രന്ഥരൂപത്തിൽ പ്രസിദ്ധീകരിച്ചിട്ടുള്ള ഒരേയൊരു കഥാസമാഹാരം. അദ്ദേഹത്തിൻ്റെ പ്രശസ്തമായ 2 കഥകളാണ് കലികാല വൈഭവം, എൻ്റെ കോഴിക്കോട് യാത്ര എന്നിവ. മലയാള സാഹിത്യത്തിലെ ആദ്യത്തെ ചെറുകഥ വാസനാവികൃതിയാണെങ്കിലും ലക്ഷണമൊത്ത ആദ്യത്തെ ചെറുകഥയായി മൂർക്കോത്ത് കുമാരൻ്റെ കലികാല വൈഭവത്തെ നിരൂപകന്മാർ അംഗീകരിക്കുന്നതായി കാണാം. കോഴിക്കോട് നടക്കുന്ന കല്യാണത്തിനെത്താൻ മദിരാശിയിൽ നിന്ന് യാത്ര പുറപ്പെടുന്ന നായകനെ കാണിച്ചുകൊണ്ടാണ് എൻ്റെ കോഴിക്കോട് യാത്ര എന്ന കഥ ആരംഭിക്കുന്നത്. ബോംബെയിൽ നിന്ന് അമ്മാവൻ അയച്ചു കൊടുത്ത 300 രൂപയും അയാളുടെ പക്കലുണ്ട്. മണി ഓർഡർ ഒപ്പിട്ടു വാങ്ങുന്നതിനിടയ്ക്ക് വന്ന ഒരുവൻ കഥാനായകൻ്റെ യാത്രാസമയവും മറ്റും ചോദിച്ചു മനസ്സിലാക്കുകയും ചെയ്യുന്നു. മെയിൽ തീവണ്ടി വൈകുന്നേരം 6:15 മദിരാശി റെയിൽവേ സ്റ്റേഷൻ വിട്ടപ്പോൾ ഒരാൾ കഥാനായകന് സഹയാത്രികനായി എത്തുന്നു. അയാൾ BA അരുണാചലം, പോലീസ് ഇൻസ്പെക്ടർ എന്ന് സ്വയം പരിചയപ്പെടുത്തി. അതുവരെ തനിക്കൊരു സഹയാത്രികനും ഇല്ലായിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിച്ച കഥാനായകൻ ഒരു പോലീസ് ഇൻസ്പെക്ടറെ പരിചയപ്പെടുന്നത് അഭിമാനമായി തോന്നി. തൻ്റെ കൈവശമുള്ള പുതിയ കയ്യാമവും മറ്റും അരുണാചലം കഥാനായകന് കാണിച്ചു കൊടുത്തു. അത് എങ്ങനെയാണ് കയ്യിലിടുന്നത് എന്ന് കഥാനായകൻ്റെ ചോദ്യത്തിന് നായകൻ്റെ കയ്യിൽ തന്നെ പ്രയോഗിച്ചുകൊണ്ടായിരുന്നു ഇൻസ്പെക്ടറുടെ മറുപടി. കഥാനായകൻ്റെ വാക്കുകൾ തന്നെ കടമെടുക്കട്ടെ. അതിന്മേൽ തന്നെയുണ്ടായിരുന്ന താക്കോൽ കൊണ്ട് അത് തുറന്ന് എൻ്റെ കൈക്കിട്ടുപൂട്ടി. മറ്റൊന്നെടുത്ത് അത് കാലിനുള്ളതാണ്, അത് ഉപയോഗിക്കേണ്ടതിങ്ങനെയാണ് എന്നും പറഞ്ഞ് അതെൻ്റെ കാലിനും ഇട്ടുപൂട്ടി. കയ്യിലെയും കാലിലെയും ആമങ്ങൾ അഴിച്ചു മാറ്റാൻ ഇൻസ്പെക്ടർ വിസമ്മതിക്കുമ്പോൾ കഥാനായകൻ അമ്പരക്കുന്നു. താൻ വല്ലാത്തൊരു കുടുക്കിൽപ്പെട്ടിരിക്കുകയാണ് എന്ന് അയാൾ മനസ്സിലാക്കി. പക്ഷേ ഒന്നും ചെയ്യാൻ വയ്യ. ഇൻസ്പെക്ടർ കഥാനായകൻ്റെ പെട്ടിയുടെ താക്കോലെടുത്ത് പെട്ടി തുറന്ന് അതിലുള്ള പണമെല്ലാം അപഹരിക്കുന്നു. കൂടാതെ അയാളുടെ മോതിരവും തട്ടിയെടുത്ത് അടുത്ത സ്റ്റേഷനിൽ ഇൻസ്പെക്ടർ അരുണാചലം ഇറങ്ങിപ്പോകുന്നു. അപ്പോഴാണ് തനിക്ക് മണി ഓർഡർ കൊണ്ടുവന്ന തപാൽ ശിപായിയോടൊപ്പം വന്ന ആളല്ലേ ഈ ഇൻസ്പെക്ടർ എന്ന് കഥാനായകൻ സംശയിക്കുന്നത്. ഒടുവിൽ ചാടിച്ചാടി ജനലിനടുത്ത് ചെന്ന് സ്റ്റേഷൻ മാസ്റ്ററെ വിവരമറിയിച്ചതിന് പിന്നാലെയാണ് ആമം തുറന്ന് കഥാനായകൻ സ്വതന്ത്രനാകുന്നത്. ഉടനെ പോലീസിനെ വിവരമറിയിക്കുകയും അന്വേഷണം നടത്താൻ 2 കോൺസ്റ്റബിൾമാരെ വിടുകയും ചെയ്തു. കഥാനായകൻ ഒരുവിധം നാട്ടിലെത്തിയെങ്കിലും അരുണാചലത്തെ കണ്ടുകിട്ടിയതേയില്ല എന്ന് പറഞ്ഞ് കഥ അവസാനിക്കുന്നു. കഷ്ടിച്ച് 6 പുറം മാത്രമുള്ള ഒരു ഹ്രസ്വകഥയാണ് എൻ്റെ കോഴിക്കോട് യാത്ര. ഒരു പറ്റിപ്പിൻ്റെ കഥ. കഥാനായകനാണ് കഥ വിവരിക്കുന്നത്. സംഭവ വിവരണങ്ങൾക്കിടയിൽ വേണ്ടത്ര സംഭാഷണങ്ങളും കൊണ്ടുവരാൻ മൂർക്കോത്ത് കുമാരൻ ശ്രദ്ധിച്ചിട്ടുണ്ട്.